1967 നിങ്ങളപ്പോൾ ഒരുമിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. 1967 പഞ്ചാബിൽ ഈ ജനസംഘവുമായിട്ട് കൂടിച്ചേർന്നുണ്ടാക്കിയ ഭരണമുന്നണിയുടെ കൺവീനർ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നില്ലേ? ആണോ? മറുപടി ഉണ്ടോ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്തതിനു ശേഷം ഇന്ന് പിൻവാതിലൂടെ RSSുമായിട്ടുള്ള മുഴുവൻ ചങ്ങാത്തവും സ്ഥാപിച്ചതിനു ശേഷം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും RSSും BJPയുമായിട്ട് സന്ധി ചെയ്തിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനത്തെ കുറ്റം പറയുകയാണോ? 1977 മുതൽ 1998, 89 എല്ലാം ഈ BJPയുമായിട്ട് രാഷ്ട്രീയ സംവിധാനം ജനസംഘവുമായിട്ട് സന്ധി ചെയ്ത് നിങ്ങളല്ലേ? പിണറായി വിജയൻ ആദ്യം ജയിക്കുന്നത് RSSന്റെ വോട്ട് കൊണ്ടല്ലേ? ഈ പിണറായി വിജയനല്ലേ ഉൾപ്പെടെയല്ലേ EM ശങ്കരൻ നമ്പൂതിരിപ്പാടല്ലേ അദ്വാനിയും വാജ്പേയിയും കേരളത്തിൽ കൊണ്ടുവന്ന് ചെയ്ത്? എന്നിട്ട് ഏതോ ഫോട്ടോയുടെ കാര്യം പറയുകയാണ്. ഈ നാട്ടിൽ മുഴുവൻ RSSനും BJPക്കും ഏതോ ഫോട്ടോ എന്ന് പറയുമ്പോൾ എന്താണ് ഒറ്റ പ്രശ്നമുള്ളൂ. ഇവിടുത്തെ പ്രശ്നം ഫോട്ടോ തന്നെയാണ്. ഏതോ ഫോട്ടോയിലേക്ക് ചുരുക്കരുതേ, ഏതോ ഫോട്ടോയിലേക്ക് ചുരുക്കരുതെന്ന് ശ്രീ രാജു പറയുമ്പോൾ ഇവിടുത്തെ പ്രശ്നം ഫോട്ടോയാണ്. ഒരു ഫോട്ടോയുടെ മുമ്പിൽ കുമ്പിടാൻ കഴിയില്ല എന്ന് സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചാണ് ഇവിടുത്തെ വിഷയം. അതേസമയം അതിനെ വിമർശിക്കുന്ന, വിമർശനാത്മകമായ പ്രശ്നത്തെ സമീപിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഷ്ട്രീയമായ ക്ലാരിറ്റി ഇല്ലാതെ അതേ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഭാരതാംബ എന്ന മട്ടിൽ കുമ്പിട്ടിട്ടുണ്ട് എന്നാണ് വിമർശനം. പിന്നെ പറയാണ്, ഞാൻ വെല്ലുവിളിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് മാത്രമേ സംസ്ഥാന സർക്കാരിന്റെ പരിപാടി പാടൂ എന്ന്. ഒരൊറ്റ സെക്കൻഡ്, ഞാനൊന്ന് വൈകി ജോയിൻ ചെയ്ത മറുപടിയിലേക്ക് വരാം. രാഹുൽ രാഹുൽ RSSകാർ മാത്രം ആദരിക്കുന്ന ഒരു ചിത്രം, RSSകാരുടെ പരിപാടികൾ മാത്രം ഉൾപ്പെടുത്താൻ അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചിത്രം, ആ ചിത്രം രാജ്യത്തെ സകല മനുഷ്യരും പോയി ഭാരതാംബ എന്ന മട്ടിൽ കുമ്പിടണം എന്നാവശ്യപ്പെടുന്നത് നീതിയുക്തമാണോ? രാഹുലിന്റെ അഭിപ്രായം എന്താണ്? ആദ്യം തന്നെ കുറച്ച് താമസിച്ചാണ് എത്താൻ കഴിഞ്ഞത്. ക്ഷമ ചോദിച്ചുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത്തരം വിഷയങ്ങളെങ്കിലും നമ്മൾ സമവായത്തിന്റെ പാതയിൽ പോകണ്ടേ? നമ്മുടെ ഈ വിഷയങ്ങൾക്കെല്ലാം പരസ്പരം തർക്കിച്ചാലും പരസ്പരം ആക്രമിച്ചാലുമേ ശരിയാവുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ 1931 നമ്മുടെ രാജ്യം, അതായത് കോൺഗ്രസിന്റെ കമ്മിറ്റി തീരുമാനിച്ച ഫ്ലാഗ് ആണ്, ഒരു കാവി ഫ്ലാഗ് ഇന്ത്യക്ക് വേണ്ടി. ഇതിനെ പരിശുദ്ധ ഖുർആൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദും മതേതരവാദിയായ നെഹ്റുജിയും ഒക്കെ എഗ്രി ചെയ്തിരുന്ന ഫ്ലാഗാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് നമുക്ക് വേണ്ട. കാവി പതാക മാത്രം പോരാ, ഇന്ത്യക്ക് ഒരു ത്രിവർണ പതാക വേണം, 3 മതങ്ങളെയും റെപ്രസെന്റ് ചെയ്യണം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ നിലപാട് സമവായത്തിന്റെ നിലപാടല്ലേ? നമ്മൾ ഈ അംഗീകരിക്കുന്ന പരസ്പരം യോജിക്കുന്ന പോയിന്റുകളല്ലേ കണ്ടെത്തേണ്ടത്? എന്നിട്ട് മഹാത്മാഗാന്ധി എന്ന് പറയുന്നുണ്ട്, ഈ കുങ്കുമ അല്ലെങ്കിൽ റെഡിഷ് ഓക്കറെ ഹിന്ദുക്കൾക്ക്, വെള്ള ക്രിസ്ത്യാനികൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും പച്ച മുസ്ലിങ്ങൾക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ഗവർണർ സാറിനോട് വളരെ ബഹുമാന പുരസരം, ഞങ്ങൾക്ക് ആ കാവി പതാക മാറ്റി ത്രിവർണ പതാക വെക്കുന്ന ഒരു ഭാരതമാതാവിനെ വേണമെന്നൊക്കെ പറയില്ലേ? ആ